Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് S1 BSc കെമിസ്ട്രിക്കാരുടെ സബ്സിഡിയറി മാത്തമാറ്റിക്സിന്റെ റിവിഷൻ ആണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ അതായത് ഡിഫറൻസിയേഷൻ എന്നുള്ള മൊഡ്യൂളിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഡിഫറൻസിയേഷൻ നമ്മൾ ഓൾറെഡി +2 തലം മുതലേ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് നമ്മൾ +2 പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നാൽ എക്സാമിന് ചോദിക്കുന്നതുമായിട്ടുള്ള ടോപ്പിക്കിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പിക് നമ്പർ 1 ശ്രദ്ധിക്കുക. ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക. ഓൾറെഡി നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും റിസൾട്ട് നോക്കുക. f' x is equal to d/dx of f of x is equal to limit delta x tends to 0 f of x plus delta x minus f of x divided by delta x. ഡിഫറൻസിയേഷന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല നന്നായി ബൈ ഹാർട്ട് ചെയ്യുക. f' x is equal to limit delta x tends to 0 f of x plus delta x minus f of x divided by delta x. ഓക്കെ ആണല്ലോ. ഇനി ഡിഫറൻസിയേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്. എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്ന് വായിക്കാം. d/dx of x raised to n. x raised to n ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, nx raised to n minus 1. e raised to x ഡെറിവേറ്റീവ് എന്താണ്? e raised to x. log x ഡെറിവേറ്റീവ് 1/x. sin x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ cos x. cos x ന്റെ ഡെറിവേറ്റീവ് minus sin x. tan x ന്റെ ഡെറിവേറ്റീവ് sec square x. cot x ന്റെ ഡെറിവേറ്റീവ് minus cosec square x. sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. cosec x ന്റെ ഡെറിവേറ്റീവ് minus cosec x cot x. ഡെറിവേറ്റീവ് ഓഫ് sin inverse x, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. sin inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/√1 minus square. cos inverse x ന്റെ ഡെറിവേറ്റീവ് -1/√1 minus square. tan inverse x ന്റെ ഡെറിവേറ്റീവ് 1/1 plus x square. അപ്പം ഇനിയും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി വേണ്ടത് പ്രോഡക്റ്റ് റൂളും കോഷ്യന്റ് റൂളും ആണ്. എല്ലാവർക്കും അറിയാം പ്രോഡക്റ്റ് ഫംഗ്ഷൻസ്. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് വന്നാൽ ഡെറിവേറ്റീവ് എടുക്കാനുള്ള ഫോർമുല d/dx of uv equal to u into derivative of v plus v into derivative of u. First function into derivative of second function plus second function into derivative of first function. ഇതുപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂളിന്റെ ഫോർമുല ശ്രദ്ധിക്കുക. d/dx of u by v is equal to v into derivative of u minus u into derivative of v by v square. ഇതിനെ മറ്റൊരു തരത്തിൽ നമുക്ക് എഴുതാം. നമുക്കറിയാം u എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, v എന്നുള്ള ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ പഠിക്കുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് കോഷ്യന്റ് റൂളിന്റെ ഫോർമുല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Using first principle, find the derivative with respect to x, where f of x is equal to x square. f of x എന്നുള്ള ഫംഗ്ഷന്റെ വില x square ആണെങ്കിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം with respect to x. That is നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? f' x എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? f' ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചെന്ന് പ്രത്യേകം പറഞ്ഞു? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. f' ന്റെ ഫോർമുല നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ലിമിറ്റ് ഡെൽറ്റ x ടെൻഡ്സ് ടു 0 f of x plus delta x minus f of x divided by delta x. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഡെഫിനിഷനും ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ f of x x square ആകുമ്പോൾ നമുക്ക് അടുത്തൊരു ടേം വേണ്ടത് f of x plus delta x ആണ്. x ന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം? x plus delta x. അപ്പൊ ആരുടെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്? x plus delta x ന്റെ സ്ക്വയർ ആണ്. അല്ലാതെ വെറുതെ ഒരു ടേം എടുത്ത് delta x ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. x ന്റെ അവരെ x സ്ക്വയർ അല്ലേ? f of x x സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ ആലോചിച്ച് നോക്കൂ. f of 2 ആണെങ്കിൽ 2 സ്ക്വയർ അല്ലേ കുട്ടികളെ? f of 5 ആണെങ്കിൽ 5 സ്ക്വയർ അല്ലേ? f of t വന്നാൽ t സ്ക്വയർ അല്ലേ? അതുകൊണ്ട് f of x plus delta x വന്നാൽ ആ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും. t വന്നാൽ t യുടെ സ്ക്വയർ, 5 വന്നാൽ 5 ന്റെ സ്ക്വയർ, x plus delta x വന്നാൽ x plus delta x the whole square. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ എന്താവും? f' x is equal to limit delta x tends to 0. f of x plus delta x means x plus delta x the whole square minus f of x ന്റെ വില എന്താണ്? x സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ x. നമുക്കറിയാം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ലിമിറ്റ് ഡെൽറ്റ x 0. നമുക്കറിയാം a plus b the whole square വരില്ലേ നടക്കുന്നത്? x plus delta x the whole square. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? x square plus
2ab, that is 2x delta x plus delta x the whole square minus x square divided by delta x. നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടേമുകൾ ആരൊക്കെയാണ്? എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ന്യൂമറേറ്ററിലെ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഡെൽറ്റ എക്സ് നമുക്ക് കോമൺ എടുക്കാം. ഡെൽറ്റ എക്സ് കോമൺ എടുത്താൽ ബാലൻസ് വരുന്നത് 2x പ്ലസ് ഡെൽറ്റ എക്സ്, കാരണം ഡെൽറ്റ എക്സ് സ്ക്വയർ ആണ് സെക്കൻഡ് ടേം, ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. സോ നമുക്ക് ഡെൽറ്റ എക്സ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഡെൽറ്റ എക്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ആൻസർ ഈസ് 2x പ്ലസ് ഡെൽറ്റ എക്സിന് പകരം 0 കൊടുക്കാനാണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2x. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള 2-3 ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് d by dx of x cube sin x. x cube sin x അല്ലെങ്കിൽ x cube into sin x. അപ്പൊ അവിടെ തന്നെ മനസ്സിലായി x cube into, അപ്പൊ പ്രോഡക്റ്റ് റൂൾ ആയി. പ്രോഡക്റ്റ് റൂൾ ഫോമിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാണ്. ലെറ്റ് y equal to the question x cube sin x. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ dy by dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർമുല പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് x cube into sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. തിരിച്ച് sin x ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ നമ്മൾ സിംപ്ലിഫൈ ആൻസർ ഇതാ വരുന്നത് എക്സ് ക്യൂബ് കോസ് എക്സ് പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു sin x. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ലെറ്റ് y ഈക്വൽ ടു x ഇൻറ്റു sin x. അവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്നു. dy by dx is equal to പ്രോഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ എങ്ങനെ? x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ദാറ്റ് ഈസ് cos x ആണ്. തിരിച്ച് sin x ഇൻറ്റു x ഇൻ ഡെറിവേറ്റീവ് 1 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് x cos x പ്ലസ് sin x. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ x raised to 4 tan x. x raised to 4 tan x. അത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്യുവാണെങ്കിൽ dy by dx is equal to എങ്ങനെ ആവും? x raised to 4 ഇൻറ്റു tan x ന്റെ ഡെറിവേറ്റീവ് sec square x പ്ലസ് tan x into x raised to 4 എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് 4x cube. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ആൻസർ വരുന്നത് x raised to 4 sec square x പ്ലസ് 4x cube tan x ആണ്. എല്ലാവർക്കും പ്രോഡക്റ്റ് റൂൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി 3 ടേമുകളുടെ പ്രോഡക്റ്റ് വന്നാൽ എങ്ങനെ ചെയ്യാം? നമ്മൾ 2 ടേമിന്റെ പ്രോഡക്റ്റ് പറഞ്ഞതുപോലെയാണ് 3 ടേമിൽ. അതായത് ഒരു സമയത്ത് ഒരാൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് u v എടുക്കുമ്പോൾ യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് v is a constant ആണ്. തിരിച്ച് v യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ u constant ആണ്. അതേ സെയിം സ്ട്രക്ചർ തന്നെയാണ് u v w വരുമ്പോൾ. നമുക്ക് ഓരോന്നിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. w ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, v യുടെ ഡെറിവേറ്റീവ് എടുക്കണം, u ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. w യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ u and v are the constants. v യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ u and w are constants. u ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ v and w are constants. ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യും കുട്ടികളെ? നമുക്ക് എന്തായാലും ഡെറിവേറ്റീവ് ഓഫ് x നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് e റൈസ് ടു x എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് log x നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ നോക്കുമ്പോൾ x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആരൊക്കെ കോൺസ്റ്റന്റ്സ്? e റൈസ് ടു x ഉം log x ഉം കോൺസ്റ്റന്റ്സ് ആണ്. e റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x ഉം log x ഉം കോൺസ്റ്റന്റ് ആണ്. log x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x ഉം e റൈസ് ടു x ഉം കോൺസ്റ്റന്റ് ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് e raised to x log x into x ന്റെ ഡെറിവേറ്റീവ് എത്ര നോക്കുക? x ന്റെ ഡെറിവേറ്റീവ് എത്ര കുട്ടികളെ? 1 അല്ലേ? പ്ലസ് x log x into രണ്ടാമത്തെ ടൈം e raised to x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x പ്ലസ് x e raised to x into log x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഇവിടെ തേർഡ് പ്രോബ്ലത്തിൽ x ഉം x ഉം കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ് e raised to x log x പ്ലസ് x log x e raised to x അല്ലെങ്കിൽ x e raised to x log x പ്ലസ് e raised to x. വേണമെങ്കിൽ നമുക്ക് e raised to x കോമൺ എടുക്കാം. സോ ദ ഫൈനൽ ആൻസർ ഈസ് e raised to x into log x പ്ലസ് x log x പ്ലസ് 1. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഓഫ് 3 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയിൻ റൂൾ എന്ന് പറയുന്ന ടോപ്പിക്. ചെയിൻ റൂളിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ്. അതിന്റെ ഫോർമുല ശ്രദ്ധിക്കുക. dy by dx is equal to
dy by du into du by dx. അതൊരു പ്രോബ്ലത്തിന് ബേസ് ചെയ്തിരിക്കും. y എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ x ലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. സോ dy by dx ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ y ഡയറക്റ്റ് ആയിട്ട് x ലുള്ള ടേം അല്ലായിരിക്കും. y u ലുള്ള ടേമും u x ലുള്ള ടേമും ആയിരിക്കും. അപ്പോൾ y എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x u ൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. then u നെ വിത്ത് റെസ്പെക്ട് ടു എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു? u ൽ x ൽ ചെയ്യുന്നു. അങ്ങനെ ചെയിൻ വൈസ് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ചെയിൻ റൂൾ അഥവാ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്നൊക്കെ പഠിക്കുന്നത്. ഓക്കെ, ഇത് പ്ലസ് ടു ടോപ്പിക് ആണ്. ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. നമുക്ക് x ലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. f of t equal to 2at where x is equal to at square. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതായത് ഈ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? x ലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ഈ ഒരു പ്രോബ്ലത്തിന് വിത്ത് റെസ്പെക്ട് ടു x ലാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. f of t is equal to 2at where x is equal to at square. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. 1 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ f ലാണ്. നമുക്ക് ചെയ്യേണ്ട ആൻസർ x ലാണ്. അപ്പൊ df by dx ആണ് വേണ്ടത്. നമ്മൾ dy by dx എഴുതിയത് പോലെ നമുക്ക് വേണ്ടത് df by dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, f എന്ന് പറയുന്ന ഫംഗ്ഷൻ t ലല്ലേ? ശരിയല്ലേ? ആ t എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്തിലാണ് കുട്ടികളെ? x ലാണ്. അപ്പൊ f t ലാകുമ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് f dash t അല്ലെങ്കിൽ df by dt എന്ത് വരും? f of t is equal to 2at ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2a into t യുടെ ഡെറിവേറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി x എന്ന് പറയുന്ന ഫംഗ്ഷൻ t ലാണ്. സോ x is a function of t ആകുമ്പോൾ ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ dx by dt is equal to a constant t square and derivative 2t. So the final answer 2a. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ആൻസർ വേണ്ടത് x ലാണ്. നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് ആലോചിക്കാം. f t ലും t x ലാണെങ്കിൽ മാത്രമേ എനിക്ക് df by dx ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ. സോ നമ്മുടെ ഫോർമുല അനുസരിച്ച് എങ്ങനെ എഴുതാം? df by dx is equal to df by dt into f നെ ആദ്യം t ൽ ചെയ്യുക into dt by dx. ഓക്കെ ആണല്ലോ? df by dt യുടെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് 2a. അടുത്തത് ശ്രദ്ധിക്കുക, dt by dx ആണ് വേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? dx by dt. dx by dt 2at എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? സോ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ കുട്ടികളെ dt by dx? സോ 1 by 2at എന്നായിരിക്കും വരുന്നത്. അപ്പൊ 2a ക്യാൻസൽ ആവുന്നു. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 by t ആണ്. ഓക്കെ ആണല്ലോ? അടുത്തൊരു പ്രോബ്ലം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sin x ഡിവൈഡഡ് ബൈ x. ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോഷ്യന്റ് റൂൾ ആണ്. കോഷ്യന്റ് റൂൾ ഫോർമുല എല്ലാവർക്കും അറിയാമല്ലോ. d by dx of u by v. എങ്ങനെ ഫോർമുല? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? d by dx of sin x by x ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ താഴെ എഴുതുക, എക്സ് സ്ക്വയർ. ഫോർമുല ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ sin x മൈനസ് ന്യൂമറേറ്റർ ദാറ്റ് ഈസ് sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് x. സോ എക്സ് ഇൻറ്റു sin x എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം cos x മൈനസ് sin x ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ x സ്ക്വയർ. പിന്നെ സിംപ്ലിഫൈ ചെയ്യാനില്ല. നമ്മുടെ ആൻസർ ഇതാണ് x cos x minus sin x whole divided by x square. ഇതാണ് sin x by x ന്റെ ഡെറിവേറ്റീവ്. ഓക്കെ ആണല്ലോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ അതെങ്ങനെ മനസ്സിലാക്കാം? എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് രണ്ട് വാക്കുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. y is a function of x only. y x ലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് dy by dx ആണ്. അങ്ങനെ വരുന്ന ഫംഗ്ഷനെ പറയുന്നവരാണ് y is a function of x only. അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല ഫോർമാറ്റ്. എക്സും വൈയും കൂടെ ഒരു ഫംഗ്ഷനകത്ത് മിക്സ് ചെയ്ത് വരുന്നു. f of x y is equal to c അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അങ്ങനെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പ്ലസ് ടു പഠിച്ച ടോപ്പിക്കാണ്. ആസ്വദിക്കുക. ഫൈൻഡ് dy by dx if x cube minus 3xy plus y cube equal to. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കണ്ടോ? എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ഒരുമിച്ചല്ലേ വന്നിരിക്കുന്നത്? f of x y അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്?
അപ്പൊ നമ്മൾ ഇതെങ്ങനെ ചെയ്തു? ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം? സോ ഇതിന്റെ ഡെറിവേറ്റീവ് ഇതാണ്, ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്നുള്ളതാണ് സ്റ്റെപ്പ്. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക, 3x². ഇനി ശ്രദ്ധിക്കുക, 3xy നമുക്കറിയാം എക്സും ഫംഗ്ഷൻ ആണ്, വൈയും ഫംഗ്ഷൻ ആണ്. അപ്പൊ 3x × y എന്ന് പറയുമ്പോൾ അവിടെ എന്താ, ഏത് റൂളാണ്? പ്രോഡക്റ്റ് റൂളാണ് ചെയ്യുന്നത്. അല്ലാതെ ചില ആൾക്കാരുണ്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, വൈയുടെ dy/dx എഴുതാറുണ്ട്. അത് തെറ്റാണ്. എക്സും വൈയും ഒരേ സമയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവുക. മറ്റേത് അങ്ങനല്ല. y = f(x) എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് ഫുൾ എക്സിന്റെ ടേം ആണ്. അത് പ്രോഡക്റ്റ് റൂൾ എങ്കിൽ പ്രോഡക്റ്റ് റൂൾ, കോഷൻ റൂൾ എങ്കിൽ കോഷൻ റൂൾ, സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ അത് രീതി ചെയ്യും. ചില പ്രോബ്ലത്തിൽ എക്സും വൈയും കൂടെ മിക്സ് ചെയ്ത് വരും. അതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷന്റെ പ്രത്യേകത. അപ്പൊ x³ ഡെറിവേറ്റീവ് 3x² എഴുതി കഴിഞ്ഞു. അടുത്ത് ശ്രദ്ധിക്കുക, മൈനസ് ക്വസ്റ്റിനകത്തുള്ളതാണ്, അതുകൊണ്ട് ആയിക്കട്ടെ. 3xy എന്നുള്ളത് പ്രോഡക്റ്റ് റൂൾ ചെയ്യണം. അതിന്റെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ബ്രാക്കറ്റിൽ വേണം പ്രോഡക്റ്റ് റൂൾ ചെയ്യാൻ. 3x ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കിയും y സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ 3x × y യുടെ ഡെറിവേറ്റീവ് എന്താണ്? dy/dx പ്ലസ് y × 3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ആണ്. അത് പ്രോഡക്റ്റ് റൂൾ കംപ്ലീറ്റ് ആയി. പ്ലസ് ഇനി തേർഡ് ടേം y³ ആണ്. y³ ന്റെ ഡെറിവേറ്റീവ് എല്ലാവർക്കും അറിയാം, 3y² × y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x ആയതുകൊണ്ട് dy/dx ഈക്വൽ ടു റൈറ്റ് സൈഡ് 2 ആണ്. 2 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സോ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ 3x² മൈനസ് 3x dy/dx മൈനസ് 3y പ്ലസ് 3y² dy/dx is equal to 0. dy/dx ഉള്ള രണ്ട് ടേമുകൾ നമ്മൾ മനസ്സിലാക്കുക. ഈ രണ്ടാമത്തെ നാലാമത്തെ ടേം ആണ് dy/dx ഉള്ളത്. ഈ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ എന്ത് കോമൺ എടുക്കുന്നു? dy/dx നമ്മൾ കോമൺ എടുക്കുന്നു. കോമൺ എടുത്താൽ പിന്നെ വരുന്നത് 3y², 3 ലാസ്റ്റ് ടൈം ആദ്യം 3y² മൈനസ് 3x ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ബാക്കിയുള്ള ടേമുകൾ അപ്പുറത്ത് കൊടുക്കുകയാണെങ്കിൽ 3x² റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു, മൈനസ് 3y റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. മൈനസ് 3y റൈറ്റിലോട്ട് കൊണ്ടുപോയി എന്തായാലും 3y മൈനസ് 3x². സോ dy/dx is equal to ഡിവൈഡ് ചെയ്യുക 3y മൈനസ് 3x² ഡിവൈഡഡ് ബൈ 3y² മൈനസ് 3x. ഇനി വേണമെങ്കിൽ 3 കോമൺ എടുക്കാം. ലെഫ്റ്റ് ന്യൂമറേറ്റർ കോപ്പി ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഫൈനൽ ആൻസർ ഇതാണ്, y മൈനസ് x² ഡിവൈഡഡ് ബൈ y² മൈനസ് x എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. എന്താണ്? ഫൈൻഡ് dy/dx if x minus h the whole square plus y minus k the whole square equal to r². കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ തന്നെ എക്സും വൈ മിക്സ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ് എന്നാണല്ലോ ഇതിന്റെ സ്റ്റെപ്പ്. എങ്ങനെ ഡെറിവേറ്റീവ് എടുക്കാം? നമുക്കറിയാം x minus h the whole square. എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്, അത് x² ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. x² വന്നാൽ ഡെറിവേറ്റീവ് 2x അല്ലേ. സോ x minus h the whole square ഡെറിവേറ്റീവ് എന്താവും? 2 × x minus h. ഇനി x minus h ന്റെ ഡെറിവേറ്റീവ് എടുത്താലും 1 ആവും, അതുകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. പ്ലസ് y minus k the whole square ഡെറിവേറ്റീവ് എന്താവും? 2 × y minus k × y minus k ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx. r² is a constant ആണ്, സോ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് dy/dx ആണ്. സോ 2 × y minus k × dy/dx is equal to minus 2 × x minus h. 2 cancel. So dy/dx is equal to minus of x minus h divided by y minus k. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് 3 ആണ്. ടോപ്പിക് 3 എന്ന് പറയുന്നത് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.